വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ഇറ്റാലിയൻ നഗരമായ ത്രിയസ്റ്റയിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തി. ഇറ്റാലിയൻ നഗരമായ ത്രിയസ്റ്റയിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തി. ത്രിയസ്റ്റെ തുറമുഖത്തിനടുത്തുള്ള യൂണിറ്റി ഡി ഇറ്റാലിയ സ്ക്വയറിൽ ഏകദേശം 8500 ആളുകൾ പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കത്തോലിക്ക സാമൂഹിക സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇറ്റലിയിലെ കത്തോലിക്ക സഭ സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയായ കത്തോലിക്കരുടെ 50ാമത് സാമൂഹ്യവാരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് പാപ്പ ത്രിയസ്റ്റയിൽ സന്ദർശനം നടത്തിയത്. 1200ഓളം ആളുകൾ പങ്കെടുത്ത യോഗത്തിന്റെ ഈ വർഷത്തെ പ്രമേയം ജനാധിപത്യം എന്നതായിരുന്നു. മനുഷ്യനായി തീർന്ന ദൈവത്തിൽ വേരൂന്നിയൊരു വിശ്വാസം, അത് ചരിത്രത്തിലേക്ക് വഴിതെളിക്കുന്നു, ജനതകളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു, തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നു. അത് പ്രത്യാശയുടെ പുലിമാവും ഒരു പുതിയ ലോകത്തിന്റെ വിത്തുമായി മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു. Avete pensato voi se il consumismo è entrato nel vostro cuore? Quell'ansia di avere cose, averne di più, quell'ansia di sprecare i soldi. Il consumismo è una piaga, è un cancro che ti ammala il cuore, ti fa egoista. രോഗികൾ, തടവുകാർ, കുടിയേറ്റക്കാർ എന്നിവരെ പ്രത്യേകമായി പാപ്പ അനുസ്മരിച്ചു. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് തന്റെ പ്രാർത്ഥനാ സഹായവും പാപ്പ വാഗ്ദാനം ചെയ്തു. തുടർന്ന് രോഗികളെ പേരുചൊല്ലി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനായി തനിക്ക് സമർപ്പിച്ച അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത മോൺസെഞ്ഞോർ എൻറിക്കോ ത്രെവിസിക്ക് പ്രത്യേകമായി നന്ദി അർപ്പിച്ചു. താൻ ശുശ്രൂഷിക്കുന്ന രോഗികളായ സഹോദരങ്ങളുടെ പേരുകൾ ഓർമ്മിക്കുന്നതും അവരെ അപ്രകാരം അഭിസംബോധന ചെയ്യുന്നതും അവരുടെ മാനുഷിക മഹത്വത്തിന് അടിവരയിടുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും പേര് ആ വ്യക്തിയുടെ അന്തസ്സിനെ എടുത്തു കാണിക്കുന്നുവെന്നും ഇപ്രകാരം വലുപ്പച്ചെറുപ്പ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യാന്തസ്സിനെ ബഹുമാനിക്കേണ്ടത് ക്രൈസ്തവ സ്നേഹത്തിന്റെ പ്രത്യേകതയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയും നൽകുന്ന സുവിശേഷവും പൗരന്മാരെന്ന നിലയിൽ ജനാധിപത്യത്തിന്റെ പാതയ്ക്കുള്ള വിശ്വസനീയമായ ദിശാസൂചികയായ ഭരണഘടനയും മുറുകെ പിടിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ജനാധിപത്യം ഇന്ന് അനാരോഗ്യം നേരിടുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. ജനകീയ പങ്കാളിത്തത്തിലൂടെയും പരോപകാരപ്രദമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും ജനാധിപത്യത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സഭ മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ജൂലൈ മാസം 7-ാം തീയതി ഞായറാഴ്ച ഇറ്റലിയിലെ ത്രിയസ്റ്റയിൽ നടന്ന 50ാമത് ഇറ്റാലിയൻ കത്തോലിക്ക സാമൂഹിക വാരത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുകയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ പാപ്പയുടെ സന്ദേശം കേൾക്കുവാൻ എത്തിച്ചേർന്നിരുന്നു. ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ജനാധിപത്യത്തിന്റെ ഹൃദയം, ചരിത്രത്തിനും ഭാവിക്കുമിടയിലുള്ള പങ്കാളിത്തം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ആപ്തവാക്യം. ജനാധിപത്യത്തിന്റെ അനാരോഗ്യം മനുഷ്യനന്മ അപകടത്തിലാക്കുന്നുവെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. Questa è stata la 50ª settimana sociale. La storia delle settimane si intreccia con la storia dell'Italia e questo dice già molto. Dice di una Chiesa sensibile alle trasformazioni della società e protesa a contribuire il bene comune. Forti di questa esperienza avete voluto approfondire un tema di grande attualità, al cuore della democrazia. Partecipare tra storia e futuro. Il Beato Giuseppe Toniolo, che ha dato avvio a questa iniziativa nel 1907, nella pienezza del loro sviluppo gerarchico, cooperano propriamente al bene comune, rifluendo nell'ultimo risultato a prevalente vantaggio delle classi inferiori. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജനാധിപത്യക്രമം പക്വത പ്രാപിച്ചുവെന്നും
അതിന് കത്തോലിക്കർ നൽകിയ അതുല്യമായ സംഭാവനകൾ പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഭൂതകാല ചരിത്രത്തെപ്പറ്റി അഭിമാനം കൊള്ളുന്നതോടൊപ്പം ഇന്നത്തെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും നമ്മുടേതായ നന്മകൾ പ്രദാനം ചെയ്യുന്നതിൽ വിമുഖത കാണിക്കരുതെന്നും പാപ്പ ഉത്ബോധിപ്പിച്ചു. സമൂഹത്തിന്റെ പരിവർത്തനത്തോടുള്ള എല്ലാവരുടെയും പ്രതിബദ്ധതയ്ക്ക് അർത്ഥം നൽകുന്നതിനും ധാർമ്മിക സമൂഹം ഉരുവാക്കുന്നതിനും സാമൂഹിക ഐക്യദാർഢ്യം ഉറപ്പുവരുത്തുന്നതിനും എല്ലാവരുടെയും സഹകരണവും പാപ്പ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിന്റെ പ്രതിസന്ധിയെ ഒരു മുറിവേറ്റ ഹൃദയമെന്നോണം ഏറ്റെടുക്കണമെന്നും അഴിമതിയും നിയമവിരുദ്ധതയും പാർശ്വവൽക്കരണവും സാമൂഹിക ബഹിഷ്കരണവുമൊക്കെ അരങ്ങു തകർക്കുമ്പോൾ പ്രതിബദ്ധതയുടെയും ഉത്തരവാദിത്തത്തിന്റെയും വക്താക്കളായി മാറുവാനുള്ള വിളിയും പാപ്പ ഓർമ്മിപ്പിച്ചു. ജനാധിപത്യം മനുഷ്യന്റെ സേവനത്തിനല്ലെങ്കിൽ അതിന്റെ പരമോന്നത ലക്ഷ്യമായി മനുഷ്യവ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സ്വയംഭരണവുമില്ലെങ്കിൽ അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നും പാപ്പ പറഞ്ഞു. Una donna quando fa nascere un figlio incomincia a avviare un processo e lo accompagna. Anche noi nella politica dobbiamo fare lo stesso, perché senza di esse si amministra il presente ma non si costruisce il futuro. Senza speranza saremo amministratori, equilibristi del presente e non profeti e costruttori del futuro. Sorelle e fratelli, vi ringrazio per il vostro impegno, vi benedico e vi auguro di essere artigiani di democrazia e testimoni contagiosi di partecipazione. E per favore vi chiedo di pregare per me, perché questo lavoro non è facile. നിസ്സംഗത, ഹൃദയത്തിന്റെ അലസത എന്നിവയെ മറികടക്കാൻ സഹായിക്കുന്ന വിശ്വാസം ആവശ്യമെന്ന് പാപ്പ. ഇറ്റലിയിലെ കത്തോലിക്കരുടെ 50ാം സാമൂഹ്യവാരത്തിന്റെ സമാപന ദിവ്യബലി ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലെ ത്രിയസ്റ്റെ നഗരത്തിൽ ഞായറാഴ്ച അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. ദൈനംദിന ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കുന്നതായ യേശുവിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാപ്പ തദവസരത്തിൽ ഉത്ബോധിപ്പിച്ചു. ഈ മാസം 3 മുതൽ 7 വരെ ആചരിക്കപ്പെട്ട ഇറ്റലിയിലെ കത്തോലിക്കരുടെ 50ാം സാമൂഹ്യവാരത്തിന്റെ സമാപനം കുറിക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ നിന്ന് 700 കിലോമീറ്ററോളം ദൂരമുള്ള ത്രിയസ്റ്റേയിൽ ഞായറാഴ്ചയെത്തി. ഇറ്റലിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ത്രിയസ്റ്റേയിലെ ഐക്യത്തിന്റെ ഛത്രത്തിലായിരുന്നു സമാപന ദിവ്യബലിക്ക് വേദി ഒരുക്കിയിരുന്നത്. പാപ്പ മുഖ്യ കാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ കർദിനാൾമാരും മെത്രാൻമാരും ഉൾപ്പെടെ 100ഓളം പിതാക്കന്മാരും 260 വൈദികരും സഹകാർമ്മികരായിരുന്നു. വിവിധ രാജ്യക്കാരായിരുന്ന ഏതാണ്ട് 8500 പേർ ഈ ദിവ്യബലിയിൽ പങ്കുകൊണ്ടു. വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ഗ്രന്ഥ വായനകൾക്കു ശേഷം പാപ്പ സുവിശേഷ സന്ദേശം നൽകി. പാപ്പ ഇറ്റാലിയൻ ഭാഷയിലായിരുന്നു പ്രഭാഷണം നടത്തിയത്. തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ പുനരുജ്ജീവിപ്പിക്കുവാനും ജീവിതയാത്രയിലെ കഷ്ടപ്പാടുകളിൽ താങ്ങായിരിക്കുവാനും ദൈവം എപ്പോഴും തന്റെ ജനത്തിനിടയിൽ പ്രവാചകന്മാർക്ക് ജന്മമേകിയിട്ടുണ്ടെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. Per favore non scandalizziamoci di Gesù, ma al contrario indigniamoci per tutte quelle situazioni in cui la vita viene abbrutita, ferita, uccisa. Portiamo la profezia del Vangelo nella nostra carne, con le nostre scelte prima ancora che con le parole. Quella coerenza fra le scelte e le parole, specialmente verso coloro che arrivano dalla rotta balcanica e verso tutti coloro che nel corpo e nello spirito hanno bisogno di essere incoraggiati e consolati. Impegniamoci insieme perché riscoprendoci amati dal Padre possiamo vivere come fratelli tutti fratelli, con quel sorriso dell'accoglienza e della pace dell'anima. Grazie. മേരി മേജർ ബസിലിക്കയുടെ സമർപ്പണ തിരുനാളിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കും.
റോമൻ ജനതയുടെ സംരക്ഷക എന്ന പേരിൽ അറിയപ്പെടുന്ന മേരി മേജർ ബസിലിക്കയുടെ സമർപ്പണവും മഞ്ഞുമാതാവിന്റെ തിരുനാളും ആഘോഷിക്കപ്പെടുന്ന ഓഗസ്റ്റ് മാസം 5-ാം തീയതി വൈകുന്നേരം നടക്കുന്ന സായാഹ്ന പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കും. ക്രിസ്തുവർഷം 358 വേനൽക്കാലത്ത് ഓഗസ്റ്റ് 5-ാം തീയതി റോമിൽ അത്ഭുതകരമായി മഞ്ഞു പെയ്തതിനെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളാണിത്. തിരുനാൾ ദിവസം രാവിലെ 10 മണിക്ക് ബസിലിക്കയുടെ പ്രധാന പുരോഹിതൻ എന്ന പദവിയുള്ള കർദിനാൾ സ്റ്റാനിസ്ലവ് റൈൽക്കോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവ്വമായി വിശുദ്ധ ബലിയർപ്പണം നടക്കും. ബസിലിക്കയുടെ ചുമതലയിൽ 2-ാം സ്ഥാനക്കാരനും കർദിനാളിന്റെ സഹായകനുമായ ആർച്ച് ബിഷപ്പ് റൊലാൻഡസ് മാക്രിക്കസ് വൈകുന്നേരം 5:30 സായാഹ്ന പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കും. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഫ്രാൻസിസ് പാപ്പയുടെയും സാന്നിധ്യമുണ്ടാകുമെന്നാണ് റോം രൂപത അറിയിച്ചിരിക്കുന്നത്. ക്രിസ്തുവർഷം 358 ഇറ്റലിയിലെ കടുത്ത വേനൽക്കാലത്ത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി അത്ഭുതകരമായി മഞ്ഞു പെയ്തതിനെ അനുസ്മരിപ്പിക്കും വിധത്തിൽ എല്ലാ വർഷങ്ങളിലുമുള്ള പതിവ് പോലെ വെളുത്ത റോസാദളങ്ങൾ ദേവാലയത്തിൽ വർഷിക്കപ്പെടും. ഇത്തവണത്തെ ഈ ചടങ്ങ് പാപ്പയുടെ സാന്നിധ്യത്തിലാണ് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. തിരുനാൾ ദിനം വൈകുന്നേരം 7 മണിക്ക് പൊന്തിഫിക്കൽ മിഷണറി പ്രവർത്തനങ്ങൾക്കായുള്ള പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് എമിലിയോ നാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയുണ്ടാകും. റോമിലെ 4 പ്രധാന പേപ്പൽ ബസിലിക്കകളിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ് സാന്റാ മരിയ മജിയോറെ അഥവാ ദ ബസിലിക്ക ഓഫ് സെയിന്റ് മേരി മേജർ. AD 352 പോപ്പ് ലിബേരിയൂസിന്റെ ഭരണകാലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ഐതിഹ്യമനുസരിച്ച് റോമിലുള്ള പ്രഭു കുടുംബമായ ജോണിനും ഭാര്യയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അവരുടെ കാലശേഷം സ്വത്തുവകകൾ ഇഷ്ടദാനം നൽകാൻ ഒരു അനന്തരാവകാശിയെ നിയോഗിച്ചു തരണമെന്ന് പരിശുദ്ധ മാതാവിനോട് ജോണും ഭാര്യയും അപേക്ഷിച്ചു. ഓഗസ്റ്റ് മാസം 5-ാം തീയതി രാത്രി പരിശുദ്ധ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ ബഹുമാനത്തിനായി റോമിലെ എസ്ക്വലൈൻ കുന്നിൽ ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു. പള്ളി പണിയേണ്ട യഥാർത്ഥ സ്ഥലം മഞ്ഞു പെയ്ച്ചു കാണിച്ചു തരാമെന്ന് പരിശുദ്ധ കന്യകാമറിയം വാഗ്ദാനം ചെയ്തു. അതികഠിനമായ ഒരു വേനൽ രാത്രി എസ്ക്വലൈൻ കുന്നിൽ ബസിലിക്ക പണിയേണ്ട സ്ഥലത്ത് അത്ഭുതകരമായി മഞ്ഞു പെയ്തു. ലിബേരിയൂസ് മാർപ്പാപ്പയ്ക്കും ആ രാത്രി മാതാവിന്റെ സ്വപ്ന ദർശനം ഉണ്ടാവുകയും അത്ഭുതകരമായി മഞ്ഞു പെയ്തത് കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഓഗസ്റ്റ് മാസത്തിലെ അസാധാരണമായ മഞ്ഞുവീഴ്ച കാണാൻ ധാരാളം ജനങ്ങൾ വന്നുചേർന്നു. ലിബേരിയൂസ് പാപ്പായും ജോണും ഭാര്യയും അത്ഭുത മഞ്ഞു കാണാൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. മഞ്ഞു പെയ്ത സ്ഥലത്ത് പള്ളിപ്പണി ആരംഭിച്ചു. 2 വർഷത്തിനുള്ളിൽ ദേവാലയ നിർമ്മിതി പൂർത്തിയാക്കി ലിബേരിയൂസ് മാർപ്പാപ്പ തന്നെ ദേവാലയം കൂദാശ ചെയ്തു. ഈ ദേവാലയ നിർമ്മിതിക്ക് ലിബേരിയൂസ് പാപ്പ നേതൃത്വം നൽകിയതിനാൽ ബസിലിക്ക ലിബേരിയാന എന്നും ബസിലിക്ക ഓഫ് സെയിന്റ് മേരി മേജർ അറിയപ്പെടുന്നു. AD 431 എഫേസൂസ് കൗൺസിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചപ്പോൾ സിക്സ്റ്റസ് 3-ാമൻ മാർപ്പാപ്പ ബസിലിക്ക നവീകരിക്കുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തു. 7-ാം നൂറ്റാണ്ട് മുതൽ ഈ ബസിലിക്ക സെയിന്റ് മേരി ദ ഗ്രേറ്റ് ഓർ മേജർ എന്ന് അറിയപ്പെടുന്നു. അത്ഭുതകരമായ മഞ്ഞുപെയ്ത്തിൽ നിന്ന് ഉദയം ചെയ്തതിനാൽ ഈ ബസിലിക്ക അവർ ലേഡി ഓഫ് സ്നോസ് എന്നും അറിയപ്പെടുന്നു. ഈ ബസിലിക്കയുടെ മുഖവാരം പണി കഴിപ്പിച്ചത് യൂജിൻ 3-ാമൻ മാർപ്പാപ്പയാണ്. വിശുദ്ധ ലൂക്ക വരച്ചതായി വിശ്വസിക്കപ്പെടുന്ന സാല്യൂസ് പോപ്പുലി റൊമാനി റോമിലെ ജനങ്ങളുടെ സംരക്ഷക എന്ന മരിയൻ ചിത്രം ഈ ദേവാലയത്തിലാണുള്ളത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേനയാണ് ഈ ചിത്രം വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഈ ചിത്രവുമായി ഗ്രിഗറി മാർപ്പാപ്പ പ്രദക്ഷിണം നടത്തുകയും റോമിന്റെ സംരക്ഷകയായ മറിയത്തോട് മാധ്യസ്ഥം യാചിക്കുകയും തൽഫലമായി റോമ പട്ടണം പ്ലേഗിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുകയും ചെയ്തു. 1837 ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പ റോമിൽ കോളറ പടർന്നു പിടിച്ചപ്പോഴും ഈ ചിത്രവുമായി പ്രദക്ഷിണം നടത്തുകയും മാതാവിന്റെ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ റോമാ നഗരം പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷ നേടി. ഓഗസ്റ്റ് മാസത്തിലെ അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയുടെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ഓഗസ്റ്റ് 5-ാം തീയതി ബസിലിക്ക ഓഫ് സെയിന്റ് മേരി മേജറിന്റെ സമർപ്പണ തിരുനാൾ ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്നു. റോസ മിസ്റ്റിക്ക മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് വത്തിക്കാന്റെ അംഗീകാരം. ആയിരത്തി 1947-നും 1966-നും മധ്യേ ഇറ്റാലിയൻ സ്വദേശിക്ക് ലഭിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷീകരണവും സന്ദേശവും അംഗീകരിച്ച് വത്തിക്കാന്റെ വിശ്വാസ കാര്യാലയം.
റോസ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ ആഗോള ശ്രദ്ധയാകർഷിച്ച പ്രത്യക്ഷീകരണത്തിനാണ് ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രൈൻ ഓഫ് ഫെയ്ത്ത് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇറ്റലിയിലെ മോന്തേക്യാരി എന്ന സ്ഥലത്ത് പിയറീന ഗില്ലി എന്ന നഴ്സിന് റോസ മിസ്റ്റിക്ക എന്ന പേരിൽ പരിശുദ്ധ കന്യകാമറിയം നൽകിയ ദർശനം സഭാ പഠനങ്ങൾക്ക് എതിരില്ല എന്ന് വ്യക്തമാക്കി വത്തിക്കാൻ വിശ്വാസ തിരുസംഘ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ബ്രഷയിലെ ബിഷപ്പ് പിയർ ആന്റോണിയോ ദ്രെമോലാദയ്ക്ക് കത്തയച്ചുവെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. L'informe più o meno dice che si deve continuare a investigare quello. Le apparizioni, le presunte apparizioni attuali, l'informe ha i suoi dubbi. Io personalmente sono più cattivo. Io preferisco la Madonna Madre, nostra Madre, e non la Madonna Capo di Ufficio telegrafico che tutti i giorni invia un messaggio a tal ora invia. E questa non è la mamma di Gesù. 77 വർഷങ്ങൾക്ക് മുൻപ് 1947 വസന്തകാലത്താണ് ലൊംബാർഡി പ്രവിശ്യയിലെ മോന്തേക്യാരി എന്ന ചെറുപട്ടണത്തിലെ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിയറീന ഗില്ലി എന്ന നഴ്സിന് പരിശുദ്ധ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഏറെ ദുഃഖിതയായി കാണപ്പെട്ട അമ്മയുടെ ഹൃദയം തുളച്ചുകൊണ്ട് 3 വാളുകൾ കടന്നുപോകുന്നതായിട്ടാണ് അന്ന് കാണപ്പെട്ടത്. എന്നാൽ അതേസമയം ജൂലൈ 13 ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ നെഞ്ചിൽ വാളുകൾക്ക് പകരമുണ്ടായിരുന്നത് വെള്ള, ചുവപ്പ്, മഞ്ഞ നിറങ്ങളിലുള്ള 3 റോസാപ്പൂക്കളായിരുന്നു. 1947 ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ മോന്തേക്യാരി കത്തീഡ്രലിൽ നൽകിയ പ്രത്യക്ഷീകരണത്തിൽ മിസ്റ്റിക്കൽ റോസ് എന്ന് അറിയപ്പെടാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുവെന്നും എല്ലാ വർഷവും ഡിസംബർ 8 ഉച്ചയ്ക്ക് ലോകത്തിനു വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറായി ആഘോഷിക്കപ്പെടണമെന്നാണ് ആഗ്രഹമെന്നും വെളിപ്പെടുത്തിയിരുന്നു. തുടർന്നും ദൈവമാതാവ് നിരവധി സന്ദേശങ്ങളും നൽകിയിരുന്നു. റോസ മിസ്റ്റിക്കയുമായി ബന്ധപ്പെട്ട് പിയറീന ഗില്ലി വിവരിച്ച അനുഭവങ്ങളിൽ നിന്ന് വരുന്ന ആത്മീയ ചിന്തകളിൽ സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ ദൈവശാസ്ത്രപരമോ ധാർമ്മികമോ ആയ ഘടകങ്ങൾ അടങ്ങിയിട്ടില്ലെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ദൈവമാതാവിന്റെ ഓരോ ദർശനവും ക്രിസ്തുവിലേക്കുള്ള യാത്രയെ ഓർമ്മപ്പെടുത്തുന്നതിനാൽ സഭാ കൂട്ടായ്മയുടെ ശക്തമായ ബോധം പ്രകടിപ്പിക്കുന്നുവെന്ന് ബ്രഷയിലെ ബിഷപ്പിന് അയച്ച കത്തിൽ പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെയാണ് കത്ത് കൈമാറിയിരിക്കുന്നത്. ഈ ദർശനങ്ങൾ സഭാ പഠനങ്ങൾക്കോ സന്മാർഗിക മൂല്യങ്ങൾക്കോ എതിരല്ലെന്ന് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദർശനം കിട്ടിയ വ്യക്തിയുടെ എളിമയാർന്ന ജീവിതവും ലാളിത്യവും കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. മോസ്കോ പാട്രിയാർക്കേറ്റിന്റെ മെത്രാപ്പൊലിത്ത ആന്റോണീഷ്യനെ ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു. ജൂലൈ മാസം 11 വ്യാഴാഴ്ച മോസ്കോയിലെ പാട്രിയാർക്കേറ്റിന്റെ അന്തർസഭാ സമൂഹങ്ങളുമായുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആന്റോണിഷ് മെത്രാപ്പൊലിത്തയെ ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തു. ഇത് 4ാം തവണയാണ് ആന്റോണിഷ് മെത്രാപ്പൊലിത്ത ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വത്തിക്കാൻ മാധ്യമ കേന്ദ്രമാണ് ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. 2022 ഓഗസ്റ്റ് 5 ഹിലാരിയോൺ മെത്രാപ്പൊലിത്തയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വത്തിക്കാൻ സന്ദർശിച്ച വേളയിലാണ് ആദ്യമായി പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. തുടർന്ന് പരമ്പരാഗത മതങ്ങളുടെ നേതാക്കളുടെ സമ്മേളനം കസാക്കിസ്ഥാനിൽ വെച്ച് നടത്തിയപ്പോഴും ഇരുവരും കണ്ടുമുട്ടിയിരുന്നു. പിന്നീട് 2023 മെയ് മാസം 3-ാം തീയതിയും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ഛത്രത്തിൽ നടന്ന പൊതുകൂടിക്കാഴ്ചാവേളയിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ച് സൗഹൃദ സംഭാഷണം നടത്തിയിരുന്നു. ഓർത്തഡോക്സ് മെത്രാപ്പൊലിത്തമാർ അവരുടെ നെഞ്ചിൽ ധരിക്കുന്ന ദൈവമാതാവിന്റെ ചിത്രമുള്ള പതക്കമായ പനേജയെ ഫ്രാൻസിസ് പാപ്പ പതിവ് പോലെ ആദരവോടെ ചുംബിച്ചു. ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശവാദത്തെക്കുറിച്ചുള്ള സഭാ തീരുമാനം പരസ്യപ്പെടുത്തി വത്തിക്കാൻ. ആംസ്റ്റർഡാമിൽ പരിശുദ്ധ അമ്മ എല്ലാ ജനതകളുടെയും മാതാവ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശവാദത്തിന്മേൽ വിശ്വാസ തിരുസംഘം നടത്തിയ പ്രതികൂല വിധി പരസ്യമാക്കി
വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി. ആംസ്റ്റർഡാമിലുള്ള ഈഡ പിയർഡർമാൻ എന്ന വനിതയ്ക്ക് 50-ലേറെ തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശത്തിനെതിരെ 1974 പ്രഖ്യാപിക്കപ്പെട്ട വിധി ഇതിൽ സഭ അമാനുഷികമായി ഒന്നും കാണുന്നില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. 1974 ഏപ്രിൽ 5-ാം തീയതി പോൾ ആറാമൻ പാപ്പ ഈ വിധി സ്ഥിരീകരിച്ചിരുന്നു. ജൂലൈ 11 വ്യാഴാഴ്ച നൽകിയ ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായെന്ന അവകാശവാദത്തെ ഹനിക്കുന്ന ഈ വിധിയെക്കുറിച്ച് വത്തിക്കാൻ ഡിക്കാസ്ട്രി പരസ്യമായ വിശദീകരണം നൽകിയത്. 1945 മാർച്ച് 25-ന് പരിശുദ്ധ അമ്മ തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട ഈഡ പിയർഡർമാൻ പിന്നീട് 55 പ്രാവശ്യം കൂടി പരിശുദ്ധ കന്യകാമറിയം തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും നിരവധി സന്ദേശങ്ങൾ നൽകിയെന്നും പ്രസ്താവിച്ചിരുന്നു. 12-ാം പിയൂസ് പാപ്പയുടെ മരണമുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മ തനിക്ക് വെളിപ്പെടുത്തിയിരുന്നുവെന്നും പരിശുദ്ധ അമ്മയുടേതായി ഒരു ചിത്രം തന്നെ കാണിച്ചുവെന്നും ഈഡ അവകാശപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മയെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കന്യകാമറിയം തനിക്ക് നൽകിയെന്ന് 1952 ഡിസംബർ 8-ന് തനിക്ക് ലഭിച്ചുവെന്ന് അവകാശപ്പെട്ട ഒരു പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് ഈഡ പറഞ്ഞിരുന്നു. ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ നടത്തിയിരുന്ന 2 പ്രസ്താവനകൾ ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. 2020 ഏപ്രിൽ മാസം 3-ാം തീയതി സാന്താ മാർത്ത ഭവനത്തിൽ വിശുദ്ധ ബലിമധ്യേ നൽകിയ പ്രസംഗത്തിൽ പരിശുദ്ധ അമ്മ യേശുവിൽ നിന്ന് ഒരു പദവിയും എടുത്തുമാറ്റാൻ ശ്രമിച്ചിരുന്നില്ല എന്നും ഒരു സഹരക്ഷകയോ അതിന് തുല്യയോ ആകാൻ അവൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രക്ഷകൻ ഒരാളെയുള്ളൂ എന്നും ഈ ഒരു തലക്കെട്ട് ഇരട്ടിക്കപ്പെട്ടിട്ടില്ല എന്നും ഉത്ബോധിപ്പിച്ചിരുന്നു. ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും ക്രിസ്തുവിനോട് കൂടി മറ്റൊരു സഹരക്ഷകൻ ഇല്ലെന്നും 2021 മാർച്ച് 24-ാം തീയതി അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ വേളയിലും പാപ്പ ആവർത്തിച്ചിരുന്നു. 2024 ജൂലൈ 11 വ്യാഴാഴ്ചയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംബന്ധിച്ച് വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ച നിർണായക വിധി പരിശുദ്ധ സിംഹാസനം പരസ്യപ്പെടുത്തിയത്. കഴിഞ്ഞ മെയ് മാസം വരെ അമാനുഷികമായ പ്രതിഭാസങ്ങൾ സംബന്ധിച്ചുള്ള സമഗ്രമായ വിധികൾ പൊതുവായി പരസ്യപ്പെടുത്തുന്ന പതിവില്ലായിരുന്നു. പ്രാദേശിക രൂപതയിലെ മെത്രാൻമാർക്കായിരുന്നു ഇതു സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുക. ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രമാണ് പൊതുവായ ചില പ്രസ്താവനകൾ ഇത്തരം വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിക്കാസ്ട്രി നൽകിയിരുന്നത്. എങ്കിലും 1945 മുതൽ 1959 വരെ നീണ്ടുനിന്നുവെന്ന് പറയപ്പെടുന്ന ഇത്തരമൊരു പ്രതിഭാസത്തെക്കുറിച്ച് അടുത്തയിടെ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വന്നതിനെ തുടർന്നാണ് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി ഇതു സംബന്ധിച്ച കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചത്. അജപാലകർക്കും ദൈവജനത്തിനും ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായി ഉചിതമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സഭ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ വത്തിക്കാൻ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.